ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ്. കാരണം ഇപ്പോൾ ഇനി വരുന്നത് മഴക്കാലമൊക്കെയാണ്. മഴക്കാലത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കാരണം നമുക്ക് എപ്പോഴും മീനൊന്നും കിട്ടത്തില്ല. അതേ ടൈമിൽ നമുക്ക് ഈ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ മീനില്ലാത്തതിൻ്റെ കുറവ് പരിഹരിക്കാൻ സാധിക്കും. നമ്മളിന്ന് മീനില്ലാത്ത ഒരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. നോൻപ് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഞാനിവിടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ റെസിപ്പി അതുതന്നെ ആയിക്കോട്ടെ. ഞാനിവിടെ നമ്മുടെ ഏത്തക്കായ എന്ന് പറയില്ലേ, ആ ഏത്തക്കായ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പച്ച ഏത്തക്കയാണ് എടുക്കുന്നത്. ഏകദേശം ഇതേപോലത്തെ ഏത്തക്ക. നമ്മുടെ പൊന്തങ്കായ ഇതിന് ഉപയോഗിക്കാറില്ല. ഇതാണ് ഏത്തക്ക നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതേ രീതിയിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെപ്പോഴും ഏത്തക്കായ അല്ലെങ്കിൽ പച്ചക്കായൊക്കെ നമ്മൾ അരിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ അകത്തൊരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് വെച്ചിരുന്നാൽ അതിലെ കറയൊക്കെ ശരിക്കും പൊക്കി കിട്ടും. ഞാൻ ആ രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ് ഈ കായ്ക്ക് ഒരു മഞ്ഞ കളർ പിടിച്ചിരിക്കുന്നത് കണ്ടോ. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ നമുക്ക് പുളിക്കായിട്ട് കുടംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ പച്ചക്കായ എന്തോരം എടുക്കുന്നു എന്നുള്ളതനുസരിച്ച് എടുക്കണം. ഞാനിവിടെ ഒരു 3 പുളിയാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചക്കായാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഒരു 1.5 സ്പൂൺ വേണ്ടി വരും. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ വേണം. അതേപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ നമുക്ക് കടുകും അതേപോലെ തന്നെ ഉലുവയുമാണ് വേണ്ടത്. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു 2 കറിവേപ്പില വേണം. കറിവേപ്പില പുറത്തുനിന്ന് വാങ്ങുന്നവരാണെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ അങ്കമാലിയിലെ പറമ്പിലുണ്ടായ കറിവേപ്പാണ്. അപ്പോൾ ഞങ്ങൾ വല്ലപ്പോഴാണ് അങ്ങോട്ട് പോകുന്നതെങ്കിലും പോകുന്ന സമയത്ത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പറിച്ചുകൊണ്ട് വരും. നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടാകട്ടെ. നമുക്കിനി കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഞാനൊരു അല്പമേ ചേർക്കുന്നുള്ളൂ. ഉലുവയുടെ അളവ് കൂടി പോരുത്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതേപോലെ ഉള്ളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിന് നമുക്ക് ഒന്ന് മുരിച്ചെടുക്കാം. ഞാനിതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് തന്നെ ചേർക്കുകയാണ്. കാര്യം സമയമില്ലാത്തതുകൊണ്ടാണ്. പെട്ടെന്ന് ഇത് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി രാവിലെ ഓഫീസിലേക്കുള്ള ഓട്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പച്ചക്കായൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതെങ്ങനെ വേണമെങ്കിലും ചേർക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്കൊരു കുറുകലൊക്കെ കിട്ടുന്നതിനാണ് ഈ മല്ലിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. മല്ലിപ്പൊടി മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ എരിവിനനുസരിച്ച് അത് ഒന്ന് ക്രമീകരിക്കുക. നമ്മുടെ വീട്ടിൽ എങ്ങനത്തെ മുളക് പൊടിയാണ് ഉള്ളതെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ തീ കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇതിലേക്ക് ചേർക്കാം. അതേപോലെ തന്നെ പുളിയും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് തിളപ്പിച്ച 2 കപ്പ് വെള്ളവും അതേപോലെ തന്നെ 1.5 കപ്പ് വെള്ളവും അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കായ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല പുളിയുടെ മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കൂടുതൽ എടുക്കണം. ഒരു 15 മിനിറ്റ് ഏകദേശം ഇതിന് ആവശ്യമായിട്ട് വരും, നന്നായിട്ട് പച്ചക്കായെല്ലാം വെന്ത് വരാനായിട്ട്. നമ്മുടെ മീനില്ല മീൻകറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചാറ് ഒരല്പം ഇതിലുണ്ട്. ഇപ്പോൾ കാര്യം ഞാൻ ചാറ് തീരെ പറ്റിച്ചെടുത്തു വന്നു കഴിഞ്ഞാൽ മൺചട്ടിയിൽ ഇരുന്ന് വരുമ്പോൾ പിന്നെയും ഇത് കുറഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കൊരല്പം ചാറുള്ളത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചാറൊക്കെ കുറക്കണോ എന്നുള്ളത് തീരുമാനിക്കുക. അതേപോലെ ഉപ്പ് തന്നെയാണെങ്കിലും ചാറിന് നന്നായിട്ട് ഉപ്പാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അതുകൊണ്ട് കഷ്ണത്തിലൊക്കെ നന്നായിട്ട് ഉപ്പും പുളിയും ഒക്കെ പിടിച്ചോളും. ഇത് തന്നെ എൻ്റെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ വഴുതനങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊരു കറിയാണ്. ഇതേ രീതിയിൽ തന്നെ വഴുതനങ്ങ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യണം. എന്നിട്ട് ചട്ടി നമുക്ക് അടപ്പത്തുനിന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ വെള്ളം കുറച്ചുകൂടി ചാറ് കുറച്ചുകൂടി പറ്റി പോകാൻ സാധ്യതയുണ്ട്.